നിങ്ങളെ ഏതുവിധ തടസ്സങ്ങളും നിമിഷ നേരം കൊണ്ട് നീങ്ങിക്കിട്ടും. പല കാര്യങ്ങൾ ചെയ്തു, എൻ്റെ ഒരു കാര്യവും ശരിയായി കിട്ടുന്നില്ല. ജീവിതത്തിൽ ഉടനീളം തടസ്സങ്ങളാണ്. ആ തടസ്സങ്ങളെ നീക്കാൻ വെറും 3 ദിവസം ഈ അമൽ ചെയ്താൽ മതി. നിന്റെ സകലമായ തടസ്സങ്ങൾ നീങ്ങി ജീവിതത്തിൽ ഖൈറുകൾ നിന്നിലേക്ക് അടുത്ത് കിട്ടും. തടസ്സങ്ങൾ നീങ്ങി അത് തുറസായി കിട്ടും ഈ അമൽ കൊണ്ട്. ഈ അമൽ ചെയ്യാൻ ഒറ്റ നാളികേരം, ഒറ്റ തേങ്ങ മതി. ഇതുകൊണ്ട് നിനക്ക് 3 ദിവസം കൊണ്ട് പരിപൂർണ്ണ തടസ്സങ്ങൾ നീങ്ങും. ഒന്ന് ചെയ്ത് നോക്ക്, റിസൾട്ട് ഉറപ്പാണ്. ഇത് മുജറബായിട്ടുള്ള അമലാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറയുന്ന ഒരു വിഷയമാണ്. തങ്ങളെ ജീവിതത്തിൽ ഉടനീളം തടസ്സങ്ങളാണ്. എൻ്റെ ഒരു കാര്യവും ശരിയാവുന്നില്ല. കുറേ കാലങ്ങളായി ഇത്തരം തടസ്സങ്ങളിൽ വലുതായി ബുദ്ധിമുട്ടുന്നുണ്ട്. വിവാഹകാര്യങ്ങളിൽ തടസ്സമുള്ളവർ, ജോലിക്കാര്യങ്ങളിൽ തടസ്സമുള്ളവർ, ബിസിനസ് സംബന്ധമായി തടസ്സമുള്ളവർ, ദാമ്പത്യ ജീവിതത്തിൽ തടസ്സമുള്ള ആളുകൾ, ഞങ്ങളെ ബിസിനസ്സൊക്കെ നല്ല റാഹത്തായി നല്ല പച്ച പിടിച്ചു പോവുമായിരുന്നു, ഒറ്റടിക്കെല്ലാം തകിടം പറഞ്ഞു. എനിക്കാരോ വലിയ രീതിയിൽ തടസ്സം വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടും ഗുണം പിടിക്കുന്നില്ല. എൻ്റെ ധാരാളം പണം നഷ്ടപ്പെട്ടു പോയി. അതെല്ലാം ഒന്ന് റാഹത്തായി കിട്ടാൻ, ഇത്തരം തടസ്സങ്ങളിൽ നിന്ന് വലിയ സംരക്ഷണം കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഏത് അമലാണ് ഞാൻ ചെയ്യേണ്ടത്? ധാരാളം തടസ്സങ്ങൾ നീങ്ങാൻ നമ്മൾ ഓരോരോ അമൽ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മുൻകാല ആലിമീങ്ങൾ ചെയ്യുന്ന അസ്മാഉ തൽസമാവാത്തിൻ്റെ ചികിത്സാ രീതിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് മുട്ട് അറക്കുക. അല്ലേ? ആ തടസ്സം അറുത്ത് മാറ്റുക, ഒഴിവാക്കുക, നീക്കം ചെയ്യുക. അതിനാണ് പറയുന്നത് മുട്ട് അറക്കുക. നമ്മിൽ പല ആളുകളും കേട്ട സംഭവം തന്നെയാണ് മുട്ട് അറക്കുക എന്നുള്ളത്. ആ മുട്ടിനെ അറുത്തു മാറ്റി നമ്മുടെ ജീവിതത്തിലുള്ള ആ തടസ്സത്തെ നീക്കം ചെയ്യുക. പൈശാചികമായിട്ടുള്ള തടസ്സമാണല്ലോ നമുക്ക് ഉണ്ടാവുക. ഒന്നൊക്കെ കണ്ണേറ് കൊണ്ട് തടസ്സം, അല്ലെങ്കിൽ നാവ് കൊണ്ട്, നാപ്പല കൊണ്ട് തടസ്സം, അല്ലെങ്കിൽ എന്തെങ്കിലും സിഹ്ർ സംബന്ധമായ തടസ്സം. ഇത്തരം തടസ്സങ്ങൾ നമുക്ക് വരിക. ആ തടസ്സത്തെയാണ് ആ മനുഷ്യനെ നമുക്ക് നീക്കം ചെയ്യാൻ, നീക്കൽ കഴിക്കുക എന്നൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് മുട്ടറക്കേണ്ടത്? ചെറിയ രീതിയിൽ, ഇതിനെക്കാട്ടും വലിയ രീതിയിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ചെറിയ രീതിയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ വരുന്നവർക്ക് നമ്മൾ വലിയ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. 3 തേങ്ങയിലും കാര്യങ്ങളൊക്കെ എഴുതി ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ ഈ അമൽ കൊണ്ട്, ഈ മുട്ടറക്കൽ കൊണ്ട് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് നീക്കം ചെയ്യാൻ പറ്റും. അതിന് സിമ്പിളായിട്ടുള്ള ചെറിയ ഒരു പൊടിക്കൈയാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും പരിപൂർണമായി കേട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു പേടിക്കണ്ട, എല്ലാവർക്കും ചെയ്യാനുള്ള ഒരു ഇജാസത്ത് ഞാൻ തരാം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക. എൻ്റെ സമ്മതം വാങ്ങി നിങ്ങൾ ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? അമൽ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ട്. തങ്ങൾ പറയുന്ന അത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വലിയ ബുദ്ധിമുട്ടിലും വലിയ ഇടങ്ങേറിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഇതിന്ന് വലിയൊരു മോചനം ലഭിക്കാൻ, ഇതിന്ന് വലിയൊരു സംരക്ഷണം ലഭിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ നേരിട്ട് വന്ന് കാണണമായിരുന്നു. എവിടേക്കാണ് വരേണ്ടത്, എപ്പോഴാണ് വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവരുണ്ട്. ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. സകല പ്രയാസങ്ങളും സകല തടസ്സങ്ങളും എല്ലാവിധ ബുദ്ധിമുട്ടുകളും അല്ലാഹുവേ നീ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും വലിയ റഹ്മത്തും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ജീവിതത്തിലുള്ള സകലമായ ഇത്തരം തടസ്സങ്ങൾ അല്ലാഹുവേ എല്ലാം നീ നീക്കം ചെയ്യണം അല്ലാഹുവേ. ജീവിതത്തിൽ വലിയ ഹൈറാത്തുകൾ ഞങ്ങളേക്ക് നീ അടുപ്പിച്ചിട്ട് തരണേ അല്ലാഹ്, അടുപ്പിച്ചിട്ട് തരണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത് ഒരേ ഒരു തേങ്ങ, വെറും 3 ദിവസമാണ് ചെയ്യേണ്ടത്. തേങ്ങ എടുത്തിട്ട് പൊളിച്ചിട്ട് നല്ല ക്ലീൻ ചെയ്യുക, നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് ആ തേങ്ങ കൊണ്ട് ആർക്കാണോ തടസ്സം, നമ്മുടെ മകൻക്കായിരിക്കും തടസ്സം, അല്ലെങ്കിൽ നമുക്ക് തന്നെ
ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. തേങ്ങ കയ്യിൽ പിടിച്ച് ഈ പൊളിച്ച് വെച്ച നല്ല മൊരി കളഞ്ഞ, അതായത് നല്ല അതിൻ്റെ ചകിരിയൊക്കെ നല്ല വൃത്തിയായി കളഞ്ഞതിന് ശേഷം കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു 11 ഫാത്തിഹ, ഓരോ ഫാത്തിഹ ഓതുന്ന സമയത്തും ഈ തേങ്ങയിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക, ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. പിന്നെ ഒരു 41 പ്രാവശ്യം ആയത്തുൽ കുർസി, ഓരോ പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുമ്പോഴും ഈ തേങ്ങയിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. ഈ പ്രയാസമുള്ള ആള് വുളു എടുക്കണം, ചെയ്തു കൊടുക്കുന്ന ആൾ വുളു എടുക്കണം. ചെയ്തു കൊടുക്കുന്ന ആൾ ആദ്യം ഒരു 3 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയിട്ട് തൻ്റെ ശരീരത്തിലേക്ക് മന്ത്രിക്കുക. എന്നിട്ടൊരു 11 ഫാത്തിഹ, ഞാൻ പറഞ്ഞതുപോലെ 41 ആയത്തുൽ കുർസി, പിന്നെ 41 പ്രാവശ്യം സൂറത്തു ശറഹ്, അലം നശ്റഹ് സൂറത്ത്, അലം നശ്റഹ് സൂറത്ത് 41 പ്രാവശ്യം, ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഈ തേങ്ങയിലേക്ക് മന്ത്രിക്കുക. എന്നിട്ട് ആർക്കാണോ പ്രയാസമുള്ളത്, ആർക്കാണോ ജീവിതത്തിൽ ഉടനീളം തടസ്സമുള്ളത്, ഒരിക്കലും കഴിച്ചിലാവുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ജോലി ശരിയാവുന്നില്ല, ഒരു കാര്യം ചെയ്തിട്ടും അത് ഗുണം പിടിക്കുന്നില്ല, ഒരു നിർഗതി കിട്ടുന്നില്ല, ഇത്ര ആളുകളാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ച വന്ന് സങ്കടം പറയുന്നത്. ചെയ്തവർക്കറിയാം, റാഹത്ത് കിട്ടിയ ധാരാളം ആളുകൾ ഈ മജ്‌ലിസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് 3 തേങ്ങയിൽ കാര്യങ്ങൾ ചെയ്ത് തടസ്സം നീക്കി എത്രയോ ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ സയ്യിദിയ മജ്‌ലിസിനെ ആത്മാർത്ഥമായി ഹൃദയത്തോട് വെച്ചിട്ടം വെക്കുന്നവർക്ക് ഒരു ചെറിയൊരു പിടിക്ക്, എന്നിട്ട് 41 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയിട്ട് തടസ്സമുള്ള ആള് ആരാണോ അവരെ ഇടത്തു നിന്ന് വലതുഭാഗത്തേക്ക് 3 പ്രാവശ്യം ഈ തേങ്ങ കൊണ്ട് ഉഴിഞ്ഞെടുക്കുക. തലയാണ് ഉയ്യേണ്ടത്. 3 പ്രാവശ്യം എടുത്ത് 3-ാമത്തെ പ്രാവശ്യം ഉഴിഞ്ഞങ്ങട്ട് ഇറക്കുക, കാലിലെ തണ്ടാം വിരൽ വരെ ഉഴിഞ്ഞിറക്കുക. പിന്നെ വലതുഭാഗത്തു നിന്ന് ഇടതുഭാഗത്തേക്ക് നേരെ ഓപ്പോസിറ്റ് 21 പ്രാവശ്യം, ആദ്യം 3 പ്രാവശ്യം, പിന്നെ 21 പ്രാവശ്യം നേരെ ഓപ്പോസിറ്റ് ഒഴിഞ്ഞ് മൊത്തം അങ്ങ് ഇറക്കുക. ആ തേങ്ങ അവിടെ മാറ്റി വെക്കുക. 2-ാമത്തെ ദിവസം ഇതേപോലെ തന്നെ, ഇതുപോലെ തന്നെ. 3-ാമത്തെ ദിവസവും ഇതുപോലെ തന്നെ. 3-ാമത്തെ ദിവസം ഒഴിഞ്ഞ്, എല്ലാം ഒഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇമ്മരപ്പടി എന്ന് പറയും അല്ലേ, വാതിൽക്കട്ടിലുള്ള പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞ്, ചില ആളുകൾ പറയാം, ഇപ്പൊ സംശയം ഉണ്ടാവും, ഞങ്ങളെ വാതിൽക്കട്ടിൽ ഇമ്മരപ്പടി പടിഞ്ഞാറ് ഭാഗത്തേക്കല്ല, അത് കിഴക്ക് ഭാഗത്തേക്കാണ്, അല്ലെങ്കിൽ തെക്ക് ഭാഗത്തേക്കാണ്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്കാണ്. ഏത് ഭാഗത്തേക്കാണെങ്കിലും നിങ്ങൾ പടിഞ്ഞാറ് തിരിഞ്ഞിരുന്നിട്ട്, പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ഒരു മുട്ടി വെച്ച്, അതായത് ഒരു തടിക്കഷ്ണം വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ തേങ്ങ വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റവെട്ട് കത്തി കൊണ്ട്, വലിയ മടാള് കൊണ്ട്, അതായത് വലിയ മടാൻ കത്തി കൊണ്ട് ഒറ്റവെട്ട് വെട്ട് 3-ാമത് ദിവസം മന്ത്രിച്ചതിന് ശേഷം, എന്നിട്ട് അതിൻ്റെ പൊട്ട് എല്ലാ പൊട്ടി ചിലപ്പോൾ ചിന്നിച്ചിതിരി കിടക്കും. ആ തേങ്ങയുടെ പൊട്ട് കവറിലേക്കാക്കി അത് ഒഴുകുന്ന, കെട്ടാതെ, കവറ് കെട്ടാതെ ഒഴുകുന്ന വെള്ളത്തിൽ അങ്ങ് ഒഴുക്കി കളയാം. പിന്നെ തിരിഞ്ഞു നോക്കാതെ അങ്ങ് പോരുക, ഏറ്റേറുക, പിന്നെ തിരിഞ്ഞു നോക്കാതെ പോരുക. ഇത് ചെയ്താൽ അവൻ്റെ മുട്ട് നീങ്ങും, അവനുള്ള എല്ലാ തട്ടുമുട്ടലുകളും പരിപൂർണമായി നീങ്ങും ഇൻഷാ അല്ലാഹ്. ഞാർക്കെങ്കിലും ഈ ഒരു അമല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞങ്ങൾ ചെയ്താൽ ഇപ്പം ക്ലിയർ ആവോ? ഈ ചെറിയ തടസ്സമല്ല, വലിയ തടസ്സമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം ഇൻഷാ അല്ലാഹ് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അള്ളാഹു നമ്മുടെ സകല അമലിനെയും അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് വലിയ ഉത്തരം നീ നൽകണം അല്ലാ. ഞങ്ങളെ സകല തടസ്സങ്ങളും നീ നീക്കം ചെയ്യണം അല്ലാ. ജീവിതത്തിൽ വലിയ ഹൈറുകൾ ഞങ്ങളിലേക്ക് നീ അടുപ്പിക്കണം അല്ലാ. ധാരാളം അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൈവശമെടുക്കാൻ ഈ അടുത്ത് പറഞ്ഞിരുന്നു. അത് കുറേ ആളുകൾ കാണാൻ ബാക്കിയുണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല, കുറേ ആളുകളിലേക്ക് എത്തിയിട്ടില്ല. പിന്നെ സിഹർ നീങ്ങാൻ, പൈശാചികമായിട്ടുള്ള ഉപദ്രവം നീങ്ങാൻ, കൊടുത്ത ക്യാഷ് തിരിച്ചു കിട്ടാൻ, കളഞ്ഞുപോയ സ്വർണ്ണാഭരണങ്ങൾ ക്യാഷ് തിരിച്ചു കിട്ടാൻ, തടസ്സങ്ങൾ നീങ്ങാൻ കുറേ നമ്മൾ പറഞ്ഞിരുന്നു. വിവാഹ തടസ്സം നീങ്ങാൻ, ജോലി തടസ്സം നീങ്ങാൻ, അങ്ങനെ ധാരാളം അമലുകൾ നിങ്ങൾക്ക് എൻ്റെ സയ്യിദിയം
കുടുംബത്തിൽ എൻ്റെ മുത്തുമിനീങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ധാരാളം അമലുകൾ നമ്മൾ പറയാറുണ്ട്. അത് സ്വീകരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും നീ ഉത്തരം കൊടുക്കണം. അല്ലാഹ് ഈ അമലിനെ, ഈ മുട്ട് തീർക്കാനുള്ള ഈ അമൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം. അൽഹംദുലില്ലാ എന്നൊരു കമൻറ്റ്, തങ്ങളെ ഞാൻ സ്വീകരിക്കട്ടെ എന്നൊരു സമ്മതം ചോദിക്കുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്ര ബുദ്ധിമുട്ടുള്ള, ഇത്രം പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അവരിലേക്ക്, നിങ്ങളെ ഗ്രൂപ്പുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ മജ്ലിസിനോടൊപ്പം ചേരാൻ, ഇതിൻ്റെ ഒരു ഭാഗമായി തീരാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശലിൻ്റെ രാപ്പകൽ നൃത്തമാടി മയിൽ പോലെ ഹൃത്തില്ല നൂരാ